പോയിട്ട് തിരിച്ചു വന്നപ്പോൾ എനിക്ക് ഭയങ്കര വിശപ്പ്. ഞാൻ വെച്ചാൽ ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കാണ്. അപ്പോൾ നമ്മൾ സാധനങ്ങൾ മേടിക്കാൻ പോയ അപ്പോൾ നല്ല മഴയുണ്ട്, നല്ല മഴ ഉണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ മഴ കുറഞ്ഞു ഗൈസ്. നേരത്തെ നല്ല മഴ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ മഴ കുറഞ്ഞു ഗൈസ്. ഇപ്പോൾ ഞാൻ കടയിലൊക്കെ പോയി വന്നിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കിയാലോ? അപ്പോൾ ഗൈസ് ഞാൻ എന്താ 4 മുട്ട എടുക്കുന്നുണ്ട്. 4 മുട്ട എടുത്തിട്ട് നമുക്ക് അതിനകത്തേക്ക് ഉപ്പിടാം, പിന്നെ കുരുമുളക് പൊടി ഇടാം നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന്. പിന്നെ നമുക്ക് ഞാൻ കുറച്ച് ചോപ്പ് ചെയ്ത് ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതാണ് ഞാൻ കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഉപ്പൊക്കെ എല്ലാ സ്ഥലത്തും ഒന്ന് എത്തണം. അപ്പം നല്ല രീതിക്കൊന്ന് ഫോർക്ക് യൂസ് ചെയ്ത് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു പാൻ എടുക്കാൻ അതിനകത്തിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ഒഴിച്ചിട്ട് ഞാൻ നമ്മുടെ ഈ മുട്ട അതിനകത്തോട്ട് വെച്ചിട്ട് 2 ബ്രെഡ് വെക്കുന്നുണ്ട്. 2 ബ്രെഡ് വെച്ചിട്ട് ആ ബ്രെഡ് ഞാൻ ആദ്യം വെച്ചിട്ട് പിന്നെ അതൊന്ന് മറിച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിയുമ്പോൾ നമ്മുടെ ഈ മുട്ട അടിവശം ഒന്ന് നല്ല രീതിക്കൊന്ന് വേവണം. വെന്ത് വരുമ്പോൾ ഈ മുട്ട ഒന്ന് മടക്കി കൊടുക്കാം നമുക്ക്, ആ ബ്രെഡിലേക്കൊന്ന് മടക്കുക. അപ്പോൾ ഞാൻ മടക്കുകയാണ്. മടക്കിയിട്ട് നമുക്ക് അപ്പുറത്തെ വശവും മടക്കണം. എന്നിട്ട് ഇതുപോലെ ഒരു ബോക്സ് പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മറിച്ച് വെക്കാം. ആ 2 വശമൊക്കെ ഒന്ന് വേവണം. വെന്ത് കഴിയുമ്പോൾ നല്ല രീതിക്ക് വെന്ത് കഴിയുമ്പോൾ നമുക്കൊന്ന് 2 ആക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബ്രെഡ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ.